നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. ചവിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തായാലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളാണ്. ഇത് ഞാൻ പൊളിക്കും. ഉറപ്പായിട്ടും അങ്ങനെ വീഴുക എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ 9 മാസം അടുപ്പിച്ച് ഗർഭിണിയായിട്ടിരിക്കുക. എന്തെങ്കിലും വീഴെടുക്കുക ചെയ്തിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. ഇവര് വ്ളോഗ് ചെയ്യത്തില്ല. ഇത് പ്രശ്നമാകും. സകലമാന സാധനങ്ങളും ഇവിടുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് പ്ലാൻഡാണ്. അച്ഛനെ തല്ലിയതാണ് ബേസിക് പ്രശ്നം. ഇതിൽ പ്രൂഫ് ഒന്നുമില്ല. ആ വ്ളോഗിൽ അടികൊണ്ട ആളാണെങ്കിൽ അങ്ങനെ നിന്ന് സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ട്. നീ ഇതുവരെ വെളുക്കാന്ന് വെച്ച ക്രീമോ ഓയിലോ വല്ലതും പാണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്തേ? അല്ല, ഇത് മിക്കവാറാവും. ഒരു ആൺകുട്ടി പബ്ലിക്കായിട്ട് വന്ന് ദേഹം പൊട്ടിയിരിക്കുന്നത് ഉൾപ്പെടെ കരഞ്ഞ് വീഡിയോ ചെയ്ത് വെച്ചത് അവൻ അത്രയും നാളെ സൂക്ഷിച്ചു വെച്ചു. എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാല് അവന്റെ മാതാപിതാക്കളാണ്, അനിയനാണ്. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോ. അപ്പൊ അത് പുറത്തു വിടണ്ട എന്ന് കരുതി. അപ്പൊ അതിന് ശേഷവും അവർക്ക് എന്തോ ദുരനുഭവം ഉണ്ടായത് കൊണ്ടാണ് അവർ ആ വീഡിയോ പുറത്തു വിടുന്നത്. ഇതെങ്ങനെ തെളിയിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതെന്റെ നിസ്സഹായ അവസ്ഥ. ഞാൻ തല്ലിയിട്ടില്ല എന്ന് പറയുന്നത് 100%. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. പക്ഷെ എന്റെ കയ്യിൽ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അകത്ത് പോയേക്കാം. അങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ എനിക്കറിയാം. ഇങ്ങനെ ഒരാൾ സ്ത്രീ വന്നിങ്ങനെ ഞാൻ എന്നെ തല്ലി അടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പ്രവീണെ തല്ലി എന്നുള്ളത് നേരെ തന്നെ എന്റെ അച്ഛനെ തല്ലിയ സമയത്ത് ഞാൻ തല്ലി. എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അത് നേര് തന്നെ. ഞാൻ മുമ്പത്തിലെ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തവനല്ല. ഞാൻ തല്ലിയിട്ടില്ല. എനിക്കത് പ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.